ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമ. ഓം ശ്രീ മഹാദേവ്യൈ നമ. ശ്രീ ലളിതാ സഹസ്രനാമ സ്തോത്ര കഥനം തുടരുന്നു. പരബ്രഹ്മത്തിൻ്റെ ശക്തിഭാവമായ ശ്രീ ലളിതാംബികയുടെ ആദ്യ അവതാരം ദക്ഷപുത്രിയായ സതീദേവിയായിട്ടായിരുന്നു. ദക്ഷ പ്രജാപതി സതിയെ ശിവന് വിവാഹം ചെയ്തു കൊടുക്കുന്നു. ഒരിക്കൽ ദേവസഭയിൽ ശിവനാൽ അനാദരിക്കപ്പെട്ടു എന്ന ചിന്തയിൽ മരുമകൻ എഴുന്നേറ്റു നിന്ന് ബഹുമാനം കാണിച്ചില്ല എന്ന പരാതിയിൽ അപമാനഭാരത്താൽ ദക്ഷൻ പകരം വീട്ടാൻ ശ്രമിക്കുന്നു. എല്ലാ ഋഷിമാരെയും ദേവഗണങ്ങളെയും ക്ഷണിച്ച് ഗംഭീരമായി നടത്തിയ യാഗത്തിൽ ശിവനെ വിളിച്ചില്ല, മഹാദേവനെ അറിയിച്ചില്ല. ദക്ഷൻ്റെ ഗർവ്, ദക്ഷൻ്റെ അജ്ഞത. പിതൃസന്നിധിയിലേക്ക് ക്ഷണിച്ചിട്ട് വേണ്ടല്ലോ മക്കൾക്ക് പോകാൻ. നിർബന്ധവും വാശിയും പ്രകടിപ്പിച്ച് ആ മകൾ ദക്ഷൻ്റെ യാഗത്തിനെത്തുന്നു. അപമാനിതയാകുന്നു. സ്വയം യോഗാഗ്നിയിൽ ചാമ്പലായിത്തീരുന്നു. ക്രുദ്ധനായ ശിവൻ്റെ ശക്തിഗണങ്ങൾ സർവം സംഹരിക്കുന്നു. മഹാദേവൻ ദുഃഖമഗ്നനായി വിരക്തനായി തപസ്സിലേർപ്പെടുന്നു. പ്രപഞ്ചശക്തിയായ സതീദേവി അന്തർധാനം ചെയ്ത ലോകം. പരമേശ്വരൻ നിസ്സംഗനായി കൊടിയ തപസ്സിലേർപ്പെട്ട് മൗനിയും ഏകാകിയുമായിരിക്കുന്നു. ആസുരീക ശക്തികൾ തലപൊക്കുന്നു. താരകാസുരൻ്റെ കൊടും ക്രൂരത കൊണ്ട് എല്ലാവരും പൊറുതിമുട്ടുന്നു. ഉപായം ഒന്നു മാത്രം, ദിവ്യനായ കുമാരൻ്റെ ജനനം. പാർവതി പരമേശ്വരന്മാരുടെ സമ്മേളനം കൊണ്ട് മാത്രമേ അത് സംഭവിക്കൂ. സതീദേവി ഹിമവത് പുത്രിയായി പുനരവതാരം ചെയ്ത് പാർവതീദേവിയായി ശിവനെ ഭർത്താവായി ലഭിക്കാൻ കഠിന തപസ്സിലേർപ്പെട്ടിരിക്കുന്ന കാലം. ഗുരുപദേശമനുസരിച്ച് ദേവന്മാർ കാമദേവനെ ശിവന്റെ തപസ്സിളക്കാൻ വിടുന്നു. ശിവന്റെ കോപാഗ്നിയിൽ കാമൻ അനംഗനായിത്തീരുന്നു, കത്തിച്ചാമ്പലാകുന്നു. ഇത് കണ്ടുനിന്ന ചിത്രകർമ്മൻ എന്ന ശിവഗണം കാമൻ കത്തിയുണ്ടായ ആ ചാരം കൊണ്ട് ഒരു മനുഷ്യരൂപമുണ്ടാക്കുന്നു. അതിലേക്ക് മഹാദേവനൊന്ന് കണ്ണോടിച്ച മാത്രയിൽ അതിൽ സുന്ദരനായ ഒരു അസുര ബാലകൻ പ്രത്യക്ഷപ്പെടുന്നു. ചിത്രകർമ്മൻ ആ കുട്ടിക്ക് ശതരുദ്രീയം എന്ന മന്ത്രം ഉപദേശിച്ച് ശിവനെ സ്തുതിക്കുവാൻ ആവശ്യപ്പെടുന്നു. മന്ത്രം ജപിച്ച് ശിവനെ പ്രീതനാക്കിയ കുട്ടിയെ കണ്ട് ബ്രഹ്മാവ് ഭണ്ഡ ഭണ്ഡ, നന്നായി നന്നായി എന്ന് പറഞ്ഞു. അങ്ങനെ ഭണ്ഡാസുരനായി ആസുരീകതയുടെയും ദംഭിൻ്റെയും രൂപമായി. ഒരു അസുരന് അധർമ്മിക്ക് വരം ലഭിച്ചാൽ എന്തായിരിക്കും ഫലം? 60,000 വർഷം ആയുസ്, അന്യരുടെ ആയുധമേൽക്കില്ല, ഇങ്ങനെയുള്ള വരം ലഭിച്ച ഭണ്ഡാസുരൻ ലോകത്തെ അതിക്രമങ്ങൾ കൊണ്ട് പീഡിപ്പിക്കാൻ തുടങ്ങി. രുദ്രന്റെ ക്രോധാഗ്നിയിൽ നിന്നുയർന്ന ഭണ്ഡാസുരൻ അസുക്കളിൽ, ഇന്ദ്രിയങ്ങളിൽ രസം തേടി
ജൈത്രയാത്ര നടത്തി. അസുര ചക്രവർത്തിയായി. ദേവന്മാർ പലായനം ചെയ്യേണ്ട അവസ്ഥ. ലോകനന്മയ്ക്കായി നാരദർ ദേവന്മാരെ ഉപദേശിച്ചു. മഹത്തായ യാഗം നടത്തി ദേവി ശ്രീ ലളിതാംബികയെ പ്രസാദിപ്പിക്കണം. അമ്മയ്ക്കു മാത്രമേ ആസുരീകതയെ, ഭണ്ഡാസുരനെ വധിക്കാനാകൂ. ആ ഉപദേശപ്രകാരം ദേവന്മാർ യാഗം നടത്തി. പെട്ടെന്നൊന്നും ദേവി പ്രത്യക്ഷമായില്ല. ദീർഘകാലം നീണ്ടുനിന്ന യാഗത്തിൽ ദേവിയെ പ്രത്യക്ഷമാക്കിയേ തീരൂ എന്ന ദൃഢനിശ്ചയത്തിൽ സ്വന്തം ശരീരാവയവങ്ങൾ തന്നെ ദേവന്മാർ അറുത്തെടുത്ത് ഹോമിച്ചു. നിശ്ചയദാർഢ്യവും തപസ്സും ത്യാഗവും ഇന്ദ്രിയ നിഗ്രഹവും ആത്മസമർപ്പണവും കണ്ട് ദേവി പ്രത്യക്ഷയാകുന്നു. ശ്രീമഹാദേവി ആ ഹോമാഗ്നിയിൽ നിന്ന് ഉദ്ഭൂതയായി. മഹാത്രിപുര സുന്ദരിയായി, ലളിതാ പരമേശ്വരിയായി ചിദഗ്നികുണ്ഡത്തിൽ നിന്ന്, അവരുടെ ഹൃദയമാകുന്ന ഹോമകുണ്ഡത്തിൽ നിന്ന് അംബിക ആവിർഭവിച്ചു. സുഖദുഃഖങ്ങൾക്കടിമപ്പെട്ട് ആത്മാവിനെ മറന്ന് വാസനാബദ്ധരായി ജീവിതം ക്ലേശപൂർണമാക്കി ജീവിക്കുന്ന അനേകരിലും അറിവ് പകരാൻ ഒരു നാൾ ഗുരു വരുന്നു. ഗുരുപദേശത്താൽ കർമ്മം ചെയ്ത് ശുദ്ധരാകുമ്പോൾ അമ്മ മഹാമായ തന്നെ ഹൃദയങ്ങളിൽ ജ്വലിച്ചുയരും. അജ്ഞാനത്തെ മാറ്റി ശ്രീവിദ്യയായി ശ്രീ ലളിതാംബിക പ്രത്യക്ഷമാകുന്നു. ദേവി ഭണ്ഡാസുരവധം നടത്തുന്നു. ദേവഗണങ്ങൾ ഒത്തുചേർന്ന് ആഹ്ലാദിക്കുന്നു. അമ്മയുടെ വിജയത്തിൽ ആഹ്ലാദം പൂണ്ടെത്തിയ എല്ലാ ദേവന്മാരെയും അമ്മ കടാക്ഷിച്ചനുഗ്രഹിച്ചു. ഒപ്പം തന്നെ തൃക്കണ്ണുകൊണ്ട് വാഗ്ദേവതകൾക്ക് ഒരനുജ്ഞയും നൽകി. എൻ്റെ അനുഗ്രഹത്താൽ ഭവതികൾക്ക് വാഗ്വിഭൂതികൾ സിദ്ധമായിട്ടുണ്ട്. ശ്രീചക്രത്തിൻ്റെയും ദേവിയുടെ മന്ത്രജപത്തിൻ്റെയും രഹസ്യമറിയുന്ന നിങ്ങൾ എൻ്റെ 1000 നാമങ്ങൾ കൊണ്ട് ഒരു സ്തോത്രം രചിക്കുക. നാമരൂപ ഗുണമാഹാത്മ്യങ്ങൾ പ്രകീർത്തിക്കുന്ന ഒരു സ്തോത്രം. ആ സ്തോത്രം ജപിക്കുന്ന ഭക്തനിൽ എനിക്ക് പ്രീതി ഉളവാകും വിധം ദിവ്യമായൊരു സ്തോത്രം രചിക്കുക. അങ്ങനെ മക്കളുടെ ഹിതത്തിനായി, രക്ഷയ്ക്കും നന്മയ്ക്കുമായി, ശ്രേയസ്സിനും പ്രേയസ്സിനുമായി അമ്മ ഒരു മന്ത്രമാല തന്നെ നമുക്ക് തന്നു. അമ്മയുടെ യോഗിനീ ദേവതമാരോട്, വശിന്യാദി വാഗ്ദേവതമാരോട് അമ്മ ആവശ്യപ്പെട്ടു. വാഗ്ദേവതമാർ വശിനി, കാമേശ്വരി, മോദിനി, വിമല, അരുണ, ജമിനി, സർവേശ്വരി, കൗലിനി എന്നിവരാണ്. ദിവ്യമായ ഈ സ്തോത്രമാല ആരാണോ ജപിക്കുന്നത് അവർക്ക് സർവ്വ ഐശ്വര്യവും സർവരക്ഷയും മോക്ഷവും അമ്മ പ്രദാനം ചെയ്യുന്നു. അങ്ങനെ രഹസ്യ നാമ സാഹസ്രകം ഭക്തന് ലഭ്യമാകുന്നു. ശ്രദ്ധാ ഭക്തി വിശ്വാസത്തോടെ നിത്യവും ഉപാസിക്കുക,
അതുമാത്രമേ കരണീയമായുള്ളൂ. പ്രേമപൂർവം ഭക്തരായ മക്കൾക്ക് അമ്മ തന്നെ പകർന്നു തന്ന നിധിയാണ് ശ്രീ ലളിതാ സഹസ്രനാമ സ്തോത്രം. ലളിതോപാഖ്യാനത്തിൽ ദേവിയുടെ ആവിർഭാവത്തെപ്പറ്റി വിസ്തരിച്ചു പറയുന്നുണ്ട്. ചിദഗ്നികുണ്ഡ സംഭൂതയാണ് ദേവി എന്ന് പറഞ്ഞുവല്ലോ. ആ ദിവ്യമായ ചരിതം വീണ്ടും സ്മരിക്കാം. ഇന്ദ്രന്റെ നേതൃത്വത്തിൽ ദേവന്മാർ വളരെ യോജന വിസ്താരമുള്ള ഒരഗ്നികുണ്ഡം നിർമ്മിച്ചു. സർവാർപ്പണമായി സ്വയം പൂർണ്ണമായി ആഹൂതി ചെയ്യാനൊരുങ്ങിയപ്പോൾ ദേവി ഒരു പ്രകാശഗോപുരമായി പ്രത്യക്ഷയായി. ആയിരക്കണക്കിന് സൂര്യന്മാരുടെ തേജസ്സും ഒപ്പം തന്നെ 1000 പൂർണ്ണചന്ദ്രന്മാരുടെ ശീതളിമയും പ്രസരിപ്പിച്ച ഒരു ദിവ്യ അത്ഭുത സാന്നിധ്യമായിരുന്നു അമ്മ. ആ പ്രകാശജ്വാലയ്ക്ക് നടുവിൽ ശ്രീചക്രം, അതിൽ ഉദയസൂര്യൻ ഉദിച്ചുയരുന്നതുപോലെ ദേവിയും ഉയർന്നു വന്നു. ശ്രീ ലളിതാ പരമേശ്വരി ആവിർഭാവം കൊണ്ടിരിക്കുന്നു. ആരാണോ സ്വന്തം അഹന്ത, മമത, സ്വാർത്ഥത, രാഗദ്വേഷങ്ങൾ എന്നിവയെ ഹോമിക്കുന്നത്, ജ്ഞാനമാകുന്ന അഗ്നി ചൈതന്യം അവരിൽ ദേവി തെളിയിക്കുന്നു. ആ അഗ്നി ചൈതന്യത്തിൽ ദേവി വിളങ്ങുന്നു. നമ്മളിലെ ആസുരീകതയെ അമ്മ നശിപ്പിക്കുന്നു. ലോകം മുഴുവൻ കീഴ്പ്പെടുത്തിയ ഭണ്ഡാസുരനെ ഇല്ലായ്മ ചെയ്യുവാൻ ദേവന്മാരാൽ പ്രാർത്ഥിതയായ ദേവി അവരെ കടാക്ഷരൂപേണ അനുഗ്രഹിച്ചു. എന്നാൽ ഒരു കന്യകയ്ക്ക് ഭണ്ഡാസുര നിഗ്രഹം സാധ്യമല്ല. അതിനാൽ ലളിതാദേവി വിവാഹിതയാകേണ്ടിയിരിക്കുന്നു. ത്രിമൂർത്തികളും മറ്റു ദേവീദേവന്മാരും ഋഷീശ്വരന്മാർ തുടങ്ങിയവർ അടങ്ങിയ ഒരു ശ്രേഷ്ഠ സംഘവും അവിടെ സന്നിഹിതരായിരുന്നു. എല്ലാവരും ദേവിയെ സ്തുതിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ ദേവി ഒരു മാല്യം ആകാശത്തിലേക്ക് വലിച്ചെറിഞ്ഞു. അത് വരണമാല്യമായി വന്നു വീണത് ശ്രീ മഹാദേവന്റെ കഴുത്തിലായിരുന്നു. അങ്ങനെ ദേവി മഹാദേവ പത്നിയായി, കാമേശ്വര പത്നിയായി, കാമേശ്വരിയായി.